ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA സോഷ്യോളജി എൻവയോൺമെന്റ് ആൻഡ് സൊസൈറ്റിയിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. നേച്ചർ, ഇക്കോളജി, ബയോഡൈവേഴ്സിറ്റി എന്നീ കൺസെപ്റ്റുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് വരുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയാവുന്ന അതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. നേച്ചർ ഭൗതിക ലോകം എന്ന് അർത്ഥമാക്കുന്നു. ഭൗതിക ലോകം എന്ന് പറയുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള വേൾഡാണ്. അതായത് കല്ല്, പാറ, മണ്ണ്, മരങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളെയും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ നേച്ചർ അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നത്. ജൈവികവും അജൈവികവുമായ എല്ലാ വസ്തുക്കളും ഉൾപ്പെടുന്നു. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കാര്യമാണ്. അതായത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും പ്രകൃതിയുടെ ഭാഗമാണ്. അതായത് സസ്യങ്ങളോ മറ്റ് ജീവിജാലങ്ങളോ ഒക്കെ ആയിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മണ്ണ്, വെള്ളം തുടങ്ങിയിട്ടുള്ള എല്ലാം പ്രകൃതിയുടെ ഭാഗമാണ്. മനുഷ്യരുടെ ഇടപെടൽ ഇല്ലാത്ത പ്രകൃതി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇനി നമുക്കറിയാം, പ്രകൃതിയിൽ ചിലപ്പോൾ മനുഷ്യർ ഇടപെടും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നുണ്ട്. അത് മനുഷ്യരായിട്ടുണ്ടാക്കുന്ന വെള്ളച്ചാട്ടം പോലെയാണ് അണക്കെട്ടുകൾ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ മനുഷ്യരുടെ ഇടപെടലില്ലാത്ത സ്വാഭാവികമായിട്ടുള്ള പ്രകൃതി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ നേച്ചറിനെ ഉപയോഗിക്കുന്നുണ്ട്. അടിസ്ഥാന ഗുണം എന്ന അർത്ഥം വരുന്ന ലാറ്റിൻ പദം നാച്ചുറയിൽ നിന്ന് ഉത്ഭവം. അപ്പൊ ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ നേച്ചർ എന്നുള്ള പദം ഉത്ഭവിച്ചിട്ടുള്ളത്. അടിസ്ഥാന ഗുണം എന്നാണ് അതിന്റെ അർത്ഥം. നമുക്കറിയാം, നമ്മൾ ഒരാളുടെ നേച്ചർ ഇങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരു അടിസ്ഥാന ഗുണം എന്നുള്ള അർത്ഥത്തിലാണ് ആ പദപ്രയോഗം വരുന്നത്. പൊതുവിൽ നമുക്ക് നേച്ചറിനെ കുറിച്ച് പറയുന്നത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പൊതുവിൽ പറയുന്നതാണ് പ്രകൃതി എന്നുള്ളത്. അടുത്തത് വരുന്നത് ഇക്കോളജിയാണ്. വീട് എന്ന അർത്ഥം വരുന്ന ഒയ്ക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉത്ഭവം. നമ്മൾ വീട് അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ഒയ്ക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇക്കോളജി എന്നുള്ള വാക്ക് വരുന്നത്. ജീവികൾ പരസ്പരവും അവയുടെ ചുറ്റുപാടുകളോടും നടത്തുന്ന ഇടപെടലുകളെ കുറിച്ചുള്ള പഠനം. നമുക്കറിയാം, പ്രകൃതിയിലെ എല്ലാ ജീവികളും പരസ്പരം ആശ്രയിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അതായത് ഭക്ഷണത്തിന് വേണ്ടി ഇരപിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ പരാത ജീവികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ പരസ്പരം ഗുണമായിട്ടും ദോഷമായിട്ടും ജീവികളെല്ലാം തന്നെ പ്രകൃതിയിൽ പരസ്പരം ആശ്രയിച്ചാണ് ഈ ജീവിക്കുന്നത്. അതുപോലെ തന്നെ ജീവികളെല്ലാം തന്നെ ചുറ്റുപാടിനോട് അല്ലെങ്കിൽ പരിസ്ഥിതിയോട് ആശ്രയിച്ചുകൂടിയാണ് ജീവിക്കുന്നത്. നമുക്കറിയാം, വെള്ളത്തിന് വേണ്ടി, വായുവിന് വേണ്ടി, അതുപോലെ തന്നെ നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പരിസ്ഥിതിയെ ആശ്രയിക്കുന്നുണ്ട്. അങ്ങനെ പൊതുവിൽ ജീവികൾ പരസ്പരവും അവയുടെ പരിസ്ഥിതിയോടും നടത്തുന്ന ഇടപെടലുകളെ കുറിച്ചിട്ടുള്ള പഠനത്തിനെയാണ് നമ്മൾ ഇക്കോളജി എന്ന് പറയുന്നത്. ഇക്കോളജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ജീവികളും പരിസ്ഥിതിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, മാറ്റങ്ങൾ പരസ്പരം ബാധിക്കുന്നതാണ് എന്നാണ്. അതായത് പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ജീവികളെ ബാധിക്കും നമുക്ക് വളരെ എളുപ്പത്തിൽ അറിയാം. കാരണം നമുക്ക് വെള്ളം, അതുപോലെ ശുദ്ധവായു ഒക്കെ ആവശ്യമുണ്ട്. വെള്ളം ലഭിക്കാതെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീവികളെ ബാധിക്കും എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതിനനുസരിച്ചിട്ട് ജീവികൾക്ക് ഒരുപക്ഷെ അഡാപ്റ്റേഷൻസ് ഒക്കെ സംഭവിക്കും. ഇനി ജീവികൾ പരിസ്ഥിതിയെയും മാറ്റം വരുത്തുന്നുണ്ട്. ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് മണ്ണിരയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. മണ്ണിര എങ്ങനെയാണ് മണ്ണിൽ മാറ്റം വരുത്തുന്നത് എന്നുള്ള കാര്യമൊക്കെ. അത്തരത്തിൽ പല ജീവികളും എന്ത് ചെയ്യുന്നുണ്ട്, പരിസ്ഥിതിയെ മാറ്റം വരുത്തുന്നുണ്ട്. അതുപോലെ പരിസ്ഥിതിക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ട് ജീവികളിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഗ്രീക്ക് ചിന്തകരായിട്ടുള്ള അരിസ്റ്റോട്ടില്, ഹിപ്പോക്രാറ്റസ് തുടങ്ങിയവരാണ് ഈ ഇക്കോളജി അല്ലെങ്കിൽ ജീവികളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നതിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇനി ഇക്കോളജിയിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള പഠനങ്ങളാണുള്ളത്. ഒന്ന് ഓയിറ്റോളജി. അതിനകത്ത് ഒരു ജീവി വർഗത്തെ കേന്ദ്രീകരിച്ചുള്ള പഠനം. അതായത് ഒരു ആവാസ വ്യവസ്ഥയിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ദേശീയ മൃഗമാണ് കടുവ. അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ എത്ര കടുവകളുണ്ട്, കാട്ടിൽ എത്ര കടുവകളുണ്ടെന്ന് എണ്ണം എടുക്കുന്നുണ്ടായിരിക്കും. അതുപോലെ ഒരു ജീവിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അവയും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള ബന്ധം, അവയുടെ എണ്ണം കൂടുമോ കുറയുമോ, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പഠനമാണ് ഈ ഓയിറ്റോളജിയിൽ വരുന്നത്. പിന്നെ വരുന്നത് സിനക്കോളജിയാണ്. അതൊരു ആവാസ വ്യവസ്ഥ കേന്ദ്രീകരിച്ചുള്ള പഠനം. അതായത് ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാം, ചെറിയൊരു കുളമായിരിക്കാം, അതല്ലെങ്കിൽ കടൽ എന്ന് പറയുന്നത് വലിയൊരു ആവാസ വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു കാട് ഒരു ആവാസ വ്യവസ്ഥയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഒരു ആവാസ വ്യവസ്ഥ എടുത്തുകൊണ്ട് അവിടെ ഈ ജീവികൾ ഇങ്ങനെ കൂടുകയാണോ കുറയുകയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ, അവിടെ അവർക്ക് ജീവിക്കാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടോ, അവിടെ എന്ത് മാറ്റങ്ങൾ ഉണ്ടാവുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ച് പഠിക്കുന്നതാണ് സിനക്കോളജിയിൽ വരുന്നത്. ഇനി ഇക്കോളജിയുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രകൃതി വിഭവങ്ങൾ സുസ്ഥിരമായി നിലനിർത്തുന്നതിന് ഇക്കോളജി പഠനം സഹായിക്കുന്നു.
നമുക്കറിയാം നമ്മുടെ ഈ ജീവിതത്തിന് നമ്മൾ പ്രകൃതി വിഭവങ്ങളെയാണ് ആശ്രയിക്കുന്നത്, ഭക്ഷണത്തിന് മാത്രമല്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഫർണിച്ചേഴ്സ് ആണെങ്കിലും നമ്മൾ ധരിക്കുന്ന വസ്ത്രമാണെങ്കിലും അതെല്ലാം പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അത് എല്ലാ കാലത്തേക്കും നിലനിർത്തുക എന്നുള്ള കാര്യത്തിനൊക്കെ ഈ പ്രകൃതിയെ അല്ലെങ്കിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഇക്കോളജിയുടെ പഠനം ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. പിന്നെ വരുന്നത് നഗര ആസൂത്രണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. നമുക്കറിയാം ഈ കായൽ കയ്യേറിയിട്ടോ അല്ലെങ്കിൽ ഈ പുഴയുടെ തീരത്തോ ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ വേണ്ടി ഗവൺമെന്റുകൾ സമ്മതിക്കില്ല എന്നുള്ളത്. അതുപോലെ ഒരു നഗരം നിർമ്മിക്കുന്ന സമയത്ത് ഇതുപോലെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് പ്രാധാന്യത്തെ കുറിച്ചിട്ടൊക്കെ ബോധ്യപ്പെടുത്താൻ ഇക്കോളജി സഹായിക്കുന്നുണ്ട്. ഇതുകൂടാതെ ബയോളജി, ബയോകെമിസ്ട്രി തുടങ്ങിയിട്ടുള്ള മറ്റ് ശാസ്ത്ര വിഷയങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കണ്ടെത്തലുകളും ഇക്കോളജി പഠനത്തിന്റെ ഭാഗമായിട്ട് ലഭിക്കാവുന്നതാണ്. അടുത്തത് വരുന്നത് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം എന്നാണ് നമ്മൾ പറയുന്നത്. സസ്യങ്ങൾ, മൃഗങ്ങൾ, സൂക്ഷ്മജീവികൾ തുടങ്ങി എല്ലാ ജീവിവർഗങ്ങളെയും സൂചിപ്പിക്കുന്നു. അതായത് നമുക്കിവിടെ കാണാവുന്ന ലഭ്യമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളെയും, ഈ ബാക്ടീരിയ, വൈറസ് മുതൽ ആന, തിമിംഗലം വരെയുള്ള എല്ലാ ജീവികളെയും എല്ലാ സസ്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. വൈവിധ്യം എന്ന വാക്ക് തന്നെ നമുക്കറിയാം വെറൈറ്റി എന്നാണ് അർത്ഥം. അതായത് വിവിധങ്ങളായിട്ടുള്ള ജീവികൾ എന്നുള്ള അർത്ഥമാണ് അതിൽ വരുന്നത്. ഭക്ഷ്യസുരക്ഷ, ആരോഗ്യ സംരക്ഷണം, വ്യാവസായിക ഉൽപ്പന്നങ്ങൾ തുടങ്ങി മനുഷ്യ പുരോഗതിക്ക് അനിവാര്യമാണ്. അതായത് വിവിധങ്ങളായിട്ടുള്ള ജീവികളും സസ്യങ്ങളും ഉണ്ടാവുക എന്ന് പറയുന്നത് മനുഷ്യരുടെ തന്നെ പുരോഗതിക്ക് കൂടി ആവശ്യമായിട്ടൊരു കാര്യമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല, നമ്മൾ ഫർണിച്ചറുകൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാം മരമാണ്. നമ്മൾ പേപ്പർ, കടലാസുകൾ ഉപയോഗിക്കുന്നത് അതും ഇതുപോലെ പ്രകൃതി വിഭവത്തിൽ നിന്ന് വരുന്നതാണ്. അതുപോലെ നമ്മുടെ വസ്ത്രങ്ങൾ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു ജൈവ വൈവിധ്യത്തിന്റെ ഭാഗമായിട്ടാണ് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് വളരെ പ്രാധാന്യമുണ്ട്. ഇനി ബയോഡൈവേഴ്സിറ്റിയിലെ കാറ്റഗറീസ് ആണ് പറയുന്നത്. ആദ്യം സ്പീഷീസ് ഡൈവേഴ്സിറ്റി, അതായത് ഒരു നിശ്ചിത പ്രദേശത്തുള്ള ജീവിവർഗങ്ങളുടെ എണ്ണം, ഓരോ ജീവിയുടെ എണ്ണം തുടങ്ങിയവ. അതായത് സ്പീഷീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ജീവിവർഗത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നായ, പൂച്ച എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ ഒരു പ്രദേശത്ത് എത്ര ജീവികളുണ്ട്, അതുപോലെ തന്നെ ഓരോ ജീവികളും എത്ര എണ്ണം വീതമുണ്ട്, അത്തരത്തിലുള്ള വൈവിധ്യത്തെ കുറിച്ചിട്ടാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റിയിൽ പറയുന്നത്. പിന്നെ പറയുന്നത് ജനറ്റിക് ഡൈവേഴ്സിറ്റിയാണ്, ഒരു ജീവിവർഗത്തിനകത്തുള്ള ജനിതക വൈവിധ്യം. അതും നമുക്കറിയാം. ഇപ്പോൾ നായകളുടെ കേസിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉദാഹരണം പറയാവുന്നതാണ്. നിങ്ങൾക്കറിയാം പല തരത്തിലുള്ള നായകളാണുള്ളത് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ മനുഷ്യരുടെ കാര്യത്തിൽ നമുക്കറിയാം എന്താണ്, ഈ ചൈനക്കാരുടെ ഒരു പ്രകൃതി വ്യത്യാസമുണ്ട്, ഇന്ത്യക്കാരുടെ വ്യത്യാസമുണ്ട്, യൂറോപ്യൻസിനെ അമേരിക്കൻസിനെ കണ്ട വേറെ പോലെയാണ്, ആഫ്രിക്കക്കാർ വേറെ രീതിയിലാണ്. അങ്ങനെ ഈ മനുഷ്യരുടെ ഇടയിൽ തന്നെ വിവിധങ്ങളായിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ളതുപോലെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡോഗ്സിന്റെ ഇടയിൽ ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, ബേർഡ്സിനൊക്കെ അതുപോലെ ഉണ്ട്. അത്തരത്തിൽ ഒരു ജീവിവർഗത്തിന്റെ ഉള്ളിൽ തന്നെ വിവിധങ്ങളായിട്ടുള്ള വെറൈറ്റി വരുന്നതാണ് ഈ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റിയാണ്. അത് ഈ ഒരു ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യമാണ് ഉദ്ദേശിക്കുന്നത്. ഈ ജലാശയങ്ങൾ, മരുഭൂമി, വനം തുടങ്ങിയിട്ടുള്ള പല തരത്തിലുള്ള ആവാസ വ്യവസ്ഥകളാണുള്ളത്. അത്തരത്തിൽ ഈ ആവാസ വ്യവസ്ഥകളിലുള്ള വൈവിധ്യമാണ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബയോഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് പറയുന്നത്, നമ്മൾ നേരത്തെ ഇക്കോളജിയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിലും വരുന്നത്. മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിന് സുസ്ഥിരമായ ജൈവ വൈവിധ്യം ആവശ്യമാണ്. ഭക്ഷണത്തിന് പുറമെ പല ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നത് ജൈവിക വസ്തുക്കളിൽ നിന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ വസ്ത്രമാണെങ്കിലും പേപ്പറുകളാണെങ്കിലും മറ്റ് പല വസ്തുക്കളാണെങ്കിലും നമ്മൾ ഇതുപോലെ ഈ ജൈവിക വസ്തുക്കളിൽ നിന്നാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അത് നശിച്ചു പോവാതിരിക്കുക, അത് എല്ലാ കാലത്തേക്കും ഉപയോഗിക്കാൻ വേണ്ടി കഴിയുക എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് പറയാവുന്നത്, നമ്മുടെ പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സുകളെല്ലാം ഈ പരിസ്ഥിതിയാണ് ആശ്രയിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം ജലവൈദ്യുതികൾ, അതുപോലെ തന്നെ ഈ കാറ്റിൽ നിന്നുള്ള ഊർജം, അങ്ങനെയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഊർജ സംവിധാനങ്ങളെല്ലാം ഈ ഒരു ജൈവ വൈവിധ്യത്തെയാണ് ആശ്രയിക്കുന്നത്. പിന്നെ വരുന്നത് മരുന്നുകളുടെ നിർമ്മാണത്തിലും പ്രധാന പങ്ക് വഹിക്കുന്നു. അതായത് പ്രത്യേകിച്ച് ആദ്യകാലങ്ങളിൽ ആയുർവേദത്തിനൊക്കെ നമുക്കറിയാം ഈ ഒരു സസ്യങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് മരുന്നുകളാണെങ്കിൽ തന്നെയും അതിനകത്തും ഇതുപോലെ സസ്യങ്ങളിൽ നിന്നുള്ള ഘടകങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന്, ഭക്ഷണത്തിന്, അതുപോലെ തന്നെ നമ്മുടെ പല കാര്യങ്ങൾക്കും ഈ ജൈവ വൈവിധ്യത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യമായിട്ട് വരുന്നത്. ഇനി ഈ സെക്ഷനിൽ പറയുന്നത് ജൈവ വൈവിധ്യ നഷ്ടം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ലോസിനെ കുറിച്ചിട്ടാണ്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിലാണ് ജൈവ വൈവിധ്യം, പരിസ്ഥിതി എന്നിവയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നത്.
നമുക്കറിയാം കാലക്രമേണ ഈ ജൈവ വൈവിധ്യത്തിലും അതുപോലെ പരിസ്ഥിതിയിലും മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രകൃതിയിൽ സ്വാഭാവികമാണ്. പക്ഷെ ഈ മനുഷ്യരുടെ ഇടപെടൽ കാരണം കൊണ്ട് അതിന്റെ വേഗത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തുന്നത്. വംശനാശവും പരിസ്ഥിതി വ്യതിയാനവും സ്വാഭാവിക പ്രക്രിയയാണെങ്കിലും മനുഷ്യ ഇടപെടൽ അതിന്റെ വേഗത വർദ്ധിപ്പിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ച കാര്യത്തെ കുറിച്ചിട്ടൊക്കെ. അന്നൊന്നും മനുഷ്യന്മാരില്ല, എന്നിട്ടും അതവിടെ സംഭവിച്ചു. അപ്പൊ എല്ലാ വംശനാശങ്ങൾക്കും മനുഷ്യരല്ല ഉത്തരവാദികൾ. പക്ഷെ ഈ മനുഷ്യരുടെ ഇടപെടൽ കാരണം കൊണ്ട് ഈ പരിസ്ഥിതി നാശം, അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേഗത കൂടി എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഗ്നിപർവ്വത സ്ഫോടനം, ഭൂകമ്പം തുടങ്ങി പല പ്രകൃതി ദുരന്തങ്ങളും കാരണമാകുമെങ്കിലും മനുഷ്യ ഇടപെടല് ജൈവ വൈവിധ്യ നാശത്തിന്റെ നിരക്ക് വർദ്ധിപ്പിച്ചു. അപ്പൊ നമുക്കറിയാം പ്രകൃതിയിൽ തന്നെയുള്ള ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ ഇതുപോലെ ജൈവ വൈവിധ്യത്തിനും പരിസ്ഥിതിക്കൊക്കെ നാശം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അതിനേക്കാളുമൊക്കെ എത്രയോ വേഗത്തിലാണ് മനുഷ്യരുടെ ഇടപെടൽ കൊണ്ട് ഉണ്ടാകുന്ന ഈ ഒരു പരിസ്ഥിതി നാശം സംഭവിക്കുന്നത്. അതിന് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ പറയുന്നത് ജനസംഖ്യ വർധനവാണ്. ജനസംഖ്യ വർധനവ് നമുക്കറിയാം, ഒന്ന് വരുന്നത് ആളുകൾക്ക് കൂടുതൽ പാർപ്പിടം വേണം എന്നുള്ള കാരണം കൊണ്ട് ഇതുപോലെ വയലുകൾ നികത്തിയിട്ട് വീട് വയ്ക്കുക, കാടുകൾ വെട്ടിത്തെളിക്കുക, അങ്ങനെയുള്ള പ്രകൃതിക്ക് നാശം ഉണ്ടാകുന്ന ആളുകൾ പാർപ്പിടത്തിന് വേണ്ടിയിട്ട്. ഇനി ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ആളുകളുടെ ആവശ്യങ്ങളും കൂടും. അതായത് വസ്ത്രങ്ങൾ കൂടുതൽ വേണം, അതുപോലെ തന്നെ മറ്റു വസ്തുക്കൾ കൂടുതൽ വേണം. ഇപ്പോൾ വീട് പണിയുമ്പോൾ അതിനേക്ക് ആവശ്യമായിട്ടുള്ള മരം വേണം, കല്ലുകൾ വേണം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആളുകളുടെ എണ്ണം കൂടുമ്പോൾ പ്രകൃതി വിഭവങ്ങളുടെ ആവശ്യം കൂടും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. അത് ഇതിന് കാരണമാവുന്നുണ്ട്. പിന്നെ നഗരവൽക്കരണം, വ്യവസായവൽക്കരണം നമുക്കറിയാം, അതിന്റെ ഭാഗമായിട്ടും ഒരുപാട് കാട് വെട്ടിത്തെളിക്കുകയും മറ്റും വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മലിനീകരണം എന്നിവയും, അത് വാതകമായിട്ട് പുകയായിട്ടും അതുപോലെ തന്നെ ഈ ഫാക്ടറികളിൽ നിന്നുള്ള കെമിക്കൽസ് ആയിട്ടൊക്കെ പല രീതിയിലുള്ള മലിനീകരണങ്ങൾ വരുന്നുണ്ട്. അതുപോലെ വിഭവ ചൂഷണം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും പ്രകൃതിയിലെ വിഭവങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത് അളവിൽ കൂടുതൽ ഉപയോഗിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ചൂഷണം എന്ന് പറയുന്നത്. അതിപ്പോൾ മരങ്ങൾ വെട്ടുന്നതാണെങ്കിലും മറ്റ് കാര്യങ്ങളാണെങ്കിലും അത് ഈ ജനസംഖ്യാ വർധനവും അതുപോലെ തന്നെ നഗരവൽക്കരണം, അതുപോലെ വ്യവസായവൽക്കരണം തുടങ്ങിയ മനുഷ്യരുടെ ഇടപെടൽ കാരണം കൊണ്ടാണ് ഈ ജൈവ വൈവിധ്യം നശിച്ചു പോകുന്നതിന് പ്രധാനമായിട്ടുള്ള കാരണങ്ങളായിട്ട് വരുന്നത്. ഇനി ജൈവ വൈവിധ്യ സംരക്ഷണം അഥവാ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. നമുക്ക് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് അത് വരുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ സ്കൂൾ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഒന്ന് ഇൻസിറ്റു കൺസർവേഷനും മറ്റേത് എക്സിറ്റു കൺസർവേഷനുമാണ്. ഇൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അകത്താണ്. ജീവിജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കുന്നു. ബയോ റിസർവുകൾ, നാഷണൽ പാർക്കുകൾ തുടങ്ങിയവ. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവാസ വ്യവസ്ഥയെ മുഴുവനായിട്ട് സംരക്ഷിക്കുക എന്നുള്ള രീതിയാണ്. ഇപ്പോൾ സൈലന്റ് വാലി നാഷണൽ പാർക്ക് അതെന്താണ്, സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു വനമാണ്. അതുപോലെ വിവിധങ്ങളായിട്ടുള്ള നാഷണൽ പാർക്കുകൾ, ബയോ റിസർവുകൾ തുടങ്ങിയവ എന്താണ്, മനുഷ്യരുടെ ഇടപെടൽ അവിടെ നിരോധിച്ചിട്ട് അവിടെ ആ ഒരു ആവാസ വ്യവസ്ഥയെ അങ്ങനെ ആ ജീവജാലങ്ങളെ അവയുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്ന സംവിധാനമാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇനി എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നു. അതായത് ആ ഒരു ആവാസ വ്യവസ്ഥയെ അവിടെ സംരക്ഷിക്കുന്നില്ല, ആ ജീവജാലങ്ങളെ, പ്രത്യേകിച്ചും വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളൊക്കെയാണ് നമ്മളിങ്ങനെ സംരക്ഷിക്കുന്നത്. ബോട്ടാണിക്കൽ, സുവോളജിക്കൽ പാർക്കുകൾ തുടങ്ങിയവ, അതിനു വേണ്ടിയിട്ട് ബോട്ടാണിക്കൽ ഗാർഡൻസ്, സുവോളജിക്കൽ പാർക്കുകൾ തുടങ്ങിയവയിലാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് മൃഗശാലകളല്ല ഉദ്ദേശിക്കുന്നത്, മനുഷ്യർക്ക് കാണാൻ വേണ്ടിയിട്ട് അവയെ എങ്ങനെ കൂട്ടിലിടുക എന്നല്ല, സംരക്ഷണമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറിച്ച് കുറച്ചൊക്കെ വിസ്തൃതിയുള്ള പ്രദേശം തന്നെയാണ് സുവോളജിക്കൽ പാർക്കുകളും ബോട്ടാണിക്കൽ ഗാർഡൻസും വരുന്നത്. എന്നാൽ അവരുടെ സ്വാഭാവികമായിട്ടുള്ള വനത്തിലായിരിക്കില്ല. അങ്ങനെയുള്ള പാർക്കുകളിലൊക്കെ അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എക്സിറ്റു കൺസർവേഷനിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.